നമസ്കാരം. പാലാ നിയോജക മണ്ഡലം പാലാ നിയോജക മണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പാലാ തിരഞ്ഞെടുത്തത്? ഈ തിരഞ്ഞെടുപ്പ് വിശകലനത്തിന് സാധാരണഗതിയിൽ ഒരു ഓളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി കടന്നു പോകേണ്ടുന്ന ഒരു മണ്ഡലമായിരുന്നു പാല. പക്ഷെ പാലയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പള്ളിയും പാതിരിയും മറ്റു പലരും ചേർന്ന് വേണം തീരുമാനം എടുക്കാനെന്ന് ചില ചൊല്ലുണ്ട്. ഇക്കുറി 13 കൊല്ലം തുടർച്ചയായി പാലായെ പ്രതിനിധാനം ചെയ്ത നിയമസഭയിൽ KM മാണിയുടെ മരണശേഷം ഈ പാലാ മണ്ഡലത്തിൽ സ്വാഭാവികമായും വലിയ വ്യത്യാസങ്ങളാണ് കണ്ടത്. ഇപ്പോൾ നഗരസഭയിൽ ആദ്യമായി കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ കൂടി അവിടെ സംജാതമായി എന്നുള്ളതാണ്. കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. മാണി സി കാപ്പൻ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന മാണി സി കാപ്പൻ രണ്ടാമത് വീണ്ടും മത്സരിക്കുന്നു. 2021 ആണ് അദ്ദേഹം നിലവിലത്തെ MLA ആണ്. കൂടാതെ ഇപ്പോൾ ജോസ് കെ മാണി കേരള കോൺഗ്രസ് ഇടതുപക്ഷത്താണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം. പിന്നെ മാണി സി കാപ്പൻ, മറ്റൊരാളെന്ന് പറയുന്നത് സാക്ഷാൽ PC ജോർജിൻ്റെ മകനായ ഷോൺ ജോർജാണ്. അതാണ് വാസ്തവത്തിൽ ഞങ്ങളെ പാലായിൽ എടുക്കാൻ, പാലാ മണ്ഡലത്തെ കൂടുതൽ വിശകലനത്തിലേക്ക് എടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇക്കുറി BJPക്ക് എവിടെ എന്ന് വെച്ചാൽ ഇവിടെ നിസ്സാരമായ വോട്ടുകൾ മാത്രമാണുള്ളത്. ആ നിസ്സാരമായ വോട്ടുകൾ അവിടെ ഉള്ളപ്പോഴും സ്വാഭാവികമായും BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരവും ഷോൺ ജോർജ് ഒരു അവകാശബദ്ധം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ BJPയുടെ A ക്ലാസ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നായി പാലയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നൊരു ചോദ്യമുണ്ട്. സാധാരണഗതിയിൽ 25,000 വോട്ടുകൾ മാത്രമാണ് അവിടെ നിലവിലുള്ളത്. കഴിഞ്ഞ 21-ലാണെങ്കിൽ അത് 10,000-ൽ പരം വോട്ടുകളായി കുറയുകയും ചെയ്തു. BJPക്ക് അങ്ങനെ എന്ത് പറഞ്ഞാലും ഒരു 10,000 വോട്ട് അല്ലെങ്കിൽ 15,000 വോട്ട് 20,000 വോട്ട് വെച്ചോളൂ, അത്തരം ഒരു വോട്ട് മാത്രമുള്ള ഒരു മണ്ഡലം A ക്ലാസ് ആയി പെട്ടെന്ന് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും ആ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ആ പരിണാമത്തിൽ മറ്റുള്ള പാർട്ടികൾ ഒന്ന് വിറങ്ങലിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ ചർച്ചാ വിഷയം. അവസാന നാളുകളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സാക്ഷാൽ KM മാണി മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷം 4,000 ചില്ലുവാനം മാത്രമായിരുന്നു. ഭൂരിപക്ഷങ്ങൾ ഇങ്ങനെ ക്രമമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയ്ക്ക് ആ മണ്ഡലം സാക്ഷ്യം വഹിച്ചു. അന്ന് സെക്കൻഡ് വന്നിരുന്നത് മാണി സി കാപ്പനാണ്. വീണ്ടും വാശിയോടുകൂടി അദ്ദേഹം വീണ്ടും പോരാടുന്നു. സാക്ഷാൽ ജോസ് കെ മാണിയെ തന്നെ മലർത്തി അടിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ അംഗത്വം നേടിയത്. അന്ന് പ്രമീള ദേവി എന്ന് പറയുന്ന BJP കാൻഡിഡേറ്റ് ലഭിച്ചത് കേവലം 10,000 വോട്ടുകൾ മാത്രമാണ്. ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായും BJP കണ്ണോടിച്ചു കഴിഞ്ഞു. ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇക്കുറി ഇവിടെ നിന്ന് ഞാൻ തന്നെയായിരിക്കും വരുന്നത്. എങ്ങനെയാണ് ആ മാജിക്കൽ ഫിഗറിലേക്ക് എത്താൻ കഴിയുക? സ്വാഭാവികമായി ഒരു 69,000-70,000 വോട്ടുകളോളം പിടിക്കാതെ ഒരിക്കലും ഈ മണ്ഡലം കയ്യിലേക്ക് വരില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഷോൺ ജോർജ് ആവർത്തിച്ച് ഒരുപക്ഷെ ഒരു സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി അട്ടിമറി വിജയം നേടും എന്നൊക്കെ ഒരു വീരവാദങ്ങൾ മുഴക്കാൻ തയ്യാറുണ്ട്. അങ്ങനെ കേവലമായ വീരവാദമാണോ അത് അല്ലയോ എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയാണ് ഇതിൽ ഞാൻ വിശകലനം ചെയ്യുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പാലാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഒരാളിൻ്റെ കുത്തകയായി കൊണ്ടു നടന്നൊരു മണ്ഡലമാണ്. പാലാ ഇപ്പോൾ ചില നേതാക്കൾ മരിച്ച ശേഷം സഭയ്ക്കും മറ്റും ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ, ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ പാകത്തിന് പോകുന്ന ആൾക്കാരുടെ കുറവ് ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസിന് അകത്ത് പോലുമുണ്ട്. ഇപ്പോൾ TM ജേക്കബ് ആയാലും ശരി, KM മാണി ആയാലും ശരി, ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിനുള്ള ചർച്ചകൾ പരിഹരിക്കാൻ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത് പോലെ കോൺഗ്രസിനകത്തുള്ള കാര്യങ്ങൾ പോലും പരിഹരിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന നേതാക്കളുടെ അഭാവം ഇന്ന് കോൺഗ്രസിനെയും ബാധിക്കുന്നുണ്ട് വല്ലാതെ. അങ്ങനെ ഒരു നേതാവിൻ്റെ മണ്ഡലമായിരുന്നു പാലാ എന്ന് പറയുന്നത്. അവിടെ BJP ജയിച്ച് കയറും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പള്ളിയും പാതിരിയും കുടുംബങ്ങൾക്കും സ്വാധീനമുള്ള അങ്ങനെ ചില കുടുംബ വഴക്കുകളുടെ കൂടി വെളിച്ചത്തിലാണ് 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബിനു പുളിക്കക്കണ്ട നിർത്തിയ സ്വതന്ത്ര അവിടുന്ന് 3 സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നത്. അതിൽപ്പെട്ട ഒരാൾക്കാണ് ദിയ എന്ന് പറയുന്ന കുട്ടിയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ലഭിച്ചത്. അപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. അവിടെ വലിയ കുടുംബത്തിൻ്റെ ചർച്ചകളുണ്ട്, കുടുംബത്തിൻ്റെ വൈരാഗ്യങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി വേണം ഷോൺ ജോർജ് എന്ന് പറയുന്ന ആളിൻ്റെ, അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥിര താമസക്കാരനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു, പൂഞ്ഞാറിൽ നിന്ന് പാലയിലേക്ക് വന്നത് മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. പാലയിലേക്ക് അദ്ദേഹം എത്തുന്നത് സ്വാഭാവികമായും അവിടെ നേരിടുന്ന ഒരുതരം ഉരുക്കുവിലക്ക് പോലെ, മരണം നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല, വലിയ കല്യാണങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അച്ഛനും മകനും ഈ ഷോൺ ജോർജും PC ജോർജും അത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന കാഴ്ച ചില മഹൽ കമ്മിറ്റികൾ, ഏതാണ്ട് 3-4 മഹൽ കമ്മിറ്റികൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് പോലും
ഇദ്ദേഹത്തെ കല്യാണത്തിന് വിളിച്ചാൽ, ഇദ്ദേഹത്തിന് ചില മരണാനന്തര ചടങ്ങുകൾക്ക് വിളിച്ചാൽ പിന്നെ ആ ചടങ്ങുകൾ പോലും പള്ളിയിൽ നടത്തില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ആവർത്തിക്കുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സോഷ്യലൈസേഷൻ ഇല്ലാതെ ഒറ്റപ്പെട്ടവിടെ എങ്ങനെ ജീവിക്കും, സമൂഹവുമായി ബന്ധപ്പെടാതെ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ പാലയിലേക്ക് വരുന്നത്. ഈ കാര്യത്തിലേക്ക് വരാം. ഇവിടെ അടുത്ത ആഴ്ച മോദി കേരളത്തിലേക്ക് വരുന്ന സമയത്ത്, അടുത്ത ദിവസങ്ങളിൽ വരുന്ന സമയത്ത് മോദി പാലായിലെത്തുമെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ഈ ഫോറിൻ ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ വിഷയങ്ങളുണ്ട്. പിന്നെ ഈ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് നേരിട്ട വിഷയങ്ങളുണ്ട്. മറ്റ് ഈ തോട്ട വിളകളുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ അവിടെ ഉള്ളപ്പോഴും അതിലൊക്കെ എന്തോന്നൊക്കെ തടസ്സങ്ങൾ, പിടിച്ചു നിൽക്കലിന് വേണ്ടിയുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഈ പല തവണ BJPയുമായി ക്രിസ്തീയ നേതൃത്വം അടുത്തിരുന്നു, അതൊന്നും ഫലം കണ്ടില്ല. അങ്ങനെ ഒരു ഫലം കാണാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ വിദേശ ഫണ്ട് വരുന്നത്, ഇപ്പോൾ ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങൾ ഒരുപാട് എഡിറ്റോറിയൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത്തരം ഫണ്ടുകളുടെ കാര്യങ്ങൾ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് BJP കേന്ദ്ര നേതൃത്വവുമായി ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് ആരെങ്കിലും മുന്നിട്ടിറങ്ങണമെങ്കിൽ അതിന് ജോസ് കെ മാണി കൊണ്ട് നടക്കില്ല, മാണി സി കാപ്പനെ കൊണ്ട് നടക്കില്ല. ഒരു പക്ഷേ പല ആൾക്കാരും BJPയുമായി തൊട്ടില്ല എന്നുള്ള ബന്ധം പുലർത്തുന്ന പലരും ഉണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചിട്ട് ഷോൺ ജോർജ് ജയിക്കില്ല എന്ന്. അത്ഭുതമാണ് അദ്ദേഹം ജയിച്ചാൽ. BJP നേതൃത്വത്തിൻ്റെ കണ്ണവിടെയുണ്ട്. പണ്ട് BJPക്കാരെന്ന് പറയാൻ കഴിയില്ലെങ്കിലും PC തോമസ് ഇതേ ഏരിയകളിൽ നിന്ന് തന്നെയാണ് ക്രിസ്ത്യൻ ഡോമിനേഷനുള്ള ഏരിയയിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നിരുന്നത്. അപ്പോൾ സംഭവിച്ചുകൂടാത്തത് സംഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഈ പ്രദേശങ്ങളിലുണ്ട് താനും. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഷോൺ ജോർജ് പാടില്ല? ഷോൺ ജോർജ് നാളുകളിൽ BJP നേതൃത്വത്തിനുമായി സംസാരിക്കാനുള്ള, പള്ളിയുടെ ഒരു പാലമായി വർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. അതോ അദ്ദേഹത്തെ ജയിപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന ചോദ്യം ഇപ്പോൾ ക്രിസ്തീയ വിഭാഗങ്ങൾക്കിടയിൽ പോലും വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് കേരളത്തിലേക്ക് ഒരു MLA അവിടെ നിന്ന് പാലായിൽ ഒരു BJP MLA കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ആ വാതിലിലൂടെ, ആ തുറന്നിട്ട വാതിലിലൂടെ നാളെ ചർച്ചകൾ പുരോഗമിക്കുകയും ആ ചർച്ചകളിൽ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പാലിടുമ്പോൾ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതിന് പറ്റിയ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഷോൺ ജോർജിനെ വളരെ കൃത്യമായിട്ട് തന്നെ നല്ല സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട്, സംസ്ഥാനത്ത് നല്ല സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുൻ നിരയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ PC തോമസ് വന്നു പോയി, പഴയ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വന്നു പോയി, അങ്ങനെ പലരും വന്നു പോകുമ്പോഴും അതങ്ങനെ വരുന്നു പോകുന്നു ഏതൊക്കെ സീറ്റ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിലുമൊക്കെ ഉപരിയായിട്ട് ഈ ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സ്വാഭാവികമാണ്, വലിയ പ്രായമൊന്നും അദ്ദേഹത്തിൻ്റെ 40 ആണ്, അല്ലെങ്കിൽ അതിൻ്റെ 40+ നിൽക്കുന്നത് അദ്ദേഹം. അപ്പോൾ ഇപ്പോഴത്തെ ന്യൂജനുമായി ഒരു വലിയ ബന്ധമുണ്ട് അദ്ദേഹത്തിന്. വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയും. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ ജയിക്കും, മോദി ഇവിടെ വരും, യാതൊരു സംശയവും എനിക്കില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ച് കടന്ന പറച്ചിലല്ലേ എന്ന് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. കടന്ന പറച്ചിലൊക്കെ തന്നെയാണ്. പക്ഷേ ആ പറച്ചിലുകൾക്കിടയിലും ഒരു പക്ഷേ ഈ വിഭാഗങ്ങൾക്ക് ഇടയിലുണ്ടാകുമെന്ന്. ഇപ്പോൾ നമ്മുടെ വായ്പില്ല, നമ്മുടെ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എന്തെല്ലാം അത് അവസാനമൊക്കെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് ഇടത് വലത് മുന്നിൽ കൊണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും BJPയുടെ സ്റ്റാൻഡ് തന്നെയായിരുന്നു. ഏതാണ്ട് പരിഹരിക്കപ്പെട്ട അവസ്ഥയിലാണ് വഖഫിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇങ്ങനെ പരിഹരിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് പാല എന്നുള്ള നിലയിൽ ഒരു ചൂണ്ടുപലകയായി നാളെ എടുത്തു കാണിക്കാൻ പാലയിലെ ആൾക്കാർ തയ്യാറായാൽ, അതെല്ലാം നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഈ ഫോറിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നും എല്ലപ്പോക്ക് നയം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സർവ്വയോഗ്യതയുമുള്ള ഒരു ചെറുപ്പക്കാരനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ അദ്ദേഹം പിന്നെ അത് കൈകാര്യം ചെയ്തോളും. അതല്ലേ ഉറപ്പെന്ന് പറയുന്നത്. സാക്ഷാൽ KM മാണി പോലും ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത് അദ്ദേഹത്തിന്? മണ്ഡലം എന്നാൽ മാണി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് ആ മണ്ഡലത്തിന് വേണ്ടി അഹോരാത്രം അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇടത് വലത് മുന്നണിയിൽ അദ്ദേഹം പോയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാണിക്ക് ശേഷം ഈ മാണി സഭയെ കൊണ്ട് നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. മികച്ചൊരു നിയമസഭാംഗമായിരിക്കാൻ ഒരുപക്ഷെ ജോസ് കെ മാണിക്കും ഒക്കെ സാധിച്ചൊന്നും വരാം. പക്ഷേ ഇദ്ദേഹത്തിനെ പോലെ ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു അവസരം കളഞ്ഞു കുളിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. പിന്നെ മറ്റു പല കാര്യങ്ങൾക്കും മാണിയുടെ മരണശേഷം ഈ
പാലാ മണ്ഡലത്തിൻ്റെ വികസനം വലിയ തോതിൽ പിന്നെ മുടങ്ങി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്കിപ്പോൾ ട്രിപ്പിൾ ഐ ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, IITക്ക് തന്നെ സമമായ ട്രിപ്പിൾ ഐ ടിയുമായി ആയിട്ട് പ്രവർത്തനങ്ങൾ ഏറെ മന്ദീഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതിൻ്റെ പുതിയ കോഴ്സുകൾ തുടങ്ങാൻ കഴിയുന്നില്ല. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ പുതിയ തലമുറയെ ഇതുമായി അടുപ്പിച്ച് നിർത്തുന്ന ചില കാര്യങ്ങളാണ് വാസ്തവത്തിൽ. അതിൽ ഒരു പക്ഷേ ഈ പിന്നെ പാലായിലെ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതി സംസ്ഥാനങ്ങളുമായി ചേർന്നിട്ടുള്ള കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നതിന് കാരണം പക്ക ഒരു ലിങ്ക് ഇല്ലാത്തതാണ്. ആ ലിങ്കാണ് വാസ്തവത്തിൽ ഷോൺ ജോർജിലൂടെ കാണുന്നത്. ആ ലിങ്ക് ഷോൺ ജോർജിലൂടെ ഉണ്ടായാൽ സ്വാഭാവികമായും അത് പാലാ എന്നുള്ള മണ്ഡലത്തിൻ്റെ വികസനത്തിന് വളരെ ആക്കം കൂട്ടുന്ന ഒരു സംഭവമായിരിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയ്ക്ക് പാലായിലെ സമ്മതിദാനം വിനിയോഗിക്കാൻ പോകുന്ന ആൾക്കാർ ഒരുങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ ഒരു ചോദ്യം. അങ്ങനെ ഒരു ചോദ്യത്തെ അവർ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ആ മണ്ഡലം ഞങ്ങളും എടുത്ത് അഡ്രസ്സ് ചെയ്യാം എന്ന് ഞങ്ങൾ കരുതിയത്. ഒരുപക്ഷെ വിജയിച്ചില്ല എങ്കിൽ കൂടിയും വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം 100% അദ്ദേഹം പറയുന്നു. ഈ പാലാ മണ്ഡലത്തിൽ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ തവണ ഈ മണിസി കാപ്പനോട് ജയിക്കുമ്പോൾ PC ജോർജിൻ്റെ വോട്ടുകൾ എന്ന് പറയുന്നത് 6,000-ഓളം വോട്ടുകൾ PC ജോർജിനോടെ ഉണ്ട്. ആ വോട്ടുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിലേക്ക് വന്ന് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു 6,000 വോട്ട് അവിടുന്ന് പോകും. അത് എപ്പോഴും നമ്മൾ ഡബിൾ എഫക്റ്റ് വേണം നോക്കാൻ. ഒരിടത്തു നിന്ന് ഒരു 6,000 വോട്ട് അധികം പിടിച്ച ഒരാളിൽ നിന്നും 6,000 വോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മറ്റേ 2 പേര് ഈക്വൽ ആകുക എന്നർത്ഥം. അതിന് ഡബിൾ എഫക്റ്റ് വരുന്നത് സ്വാഭാവികം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 15,000 വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇവിടെ മറ്റൊന്നും അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ഇവിടെ ജോസ് കെ മാണി മൂന്നാമത് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിച്ചെന്നിരിക്കില്ല. തൻ്റെ പിതാവിനെ വളരെ അധികം ബുദ്ധിമുട്ടിച്ച ഒരു പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന് ഭരിക്കുക എന്ന് പറയുന്ന അത് രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കാം അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച്. എന്ത് വന്നാലും അതിൽപ്പെട്ട അമർഷമുണ്ട്. ആ അമർഷവും കൂടി ഒരു പക്ഷേ മണിസി കാപ്പന് അനുകൂലമായി വന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങൾ മാറി വരുന്ന സാഹചര്യത്തിൽ BJPക്ക് ഒരു വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിലെ പല മണ്ഡലങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു A ക്ലാസ് മണ്ഡലമായി മാറിയത് കേവലം ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ഞങ്ങളല്ലാതെ മാണി പുത്രൻ അവിടെ മത്സരിക്കുന്നതുള്ളതുകൊണ്ടോ മാണി സി കാപ്പൻ മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ അല്ല. അതിൻ്റെ സവിശേഷ സാഹചര്യം ഇതാണ്. ഈ സാഹചര്യം എങ്ങനെ ഈ ഒരു മോദി ഇട്ടുകൊടുത്ത ഈ ഒരു ചൂണ്ട അതിൽ കൊത്തി ഭാവി പ്രവർത്തനങ്ങളും പാലായുടെ വളർച്ചയും ഈ ഒരു ചെറുപ്പക്കാരനിലൂടെ സാധ്യമാകുമോ എന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് പാലാക്കാരാണ്. കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ കണക്കുകൾ മുൻനിർത്തി ആണെങ്കിൽ ഇവിടെ വലിയ ഒരു മത്സരമൊന്നും തീവാറും പോരാട്ടമൊന്നും ഇവിടെ സാധ്യമല്ല. പക്ഷേ അടുത്ത ആഴ്ച അടുത്ത ദിവസങ്ങൾ അദ്ദേഹം മോദി ഇവിടെ വരുന്നുണ്ട്. പല ഉറപ്പുകളും കൊടുത്തിട്ടായിരിക്കാം പല ക്രിസ്തീയ മേഖലകളിലും BJP കടന്നു കയറിയിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് കേരളത്തിലേക്കുള്ള ശക്തമായ കടന്നുവരവ് പല പരീക്ഷണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിയായി ജോർജ് കുര്യൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും വന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ഒരു വഴിപോക്കനായിട്ടല്ല ഷോൺ ജോർജിനെ നിർത്തുന്നത്. വ്യക്തമായ ഉദ്ദേശങ്ങളോടുകൂടിയാണ്. ആ ഉദ്ദേശം എപ്പോഴുമാണല്ലോ ഈ വോട്ടായി മാറാത്ത പ്രതിഷേധങ്ങളൊന്നും പ്രതിഷേധങ്ങളല്ല എന്ന് പാമ്പ്ലാനി ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അത് പ്രതിഷേധിച്ച് മാറി നിൽക്കണമോ, പട വെട്ടി മാറി നിൽക്കണമോ, അതോ ഒത്തുനിന്ന് എപ്പോഴും ചില കാര്യങ്ങൾ നമ്മളത് പറഞ്ഞേ പറ്റൂ. ഈ ഭരണ സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നേട്ടങ്ങളും പലരും കൊയ്തിട്ടുള്ളത്. അത്തരം ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം പാലായിൽ ഉരുത്തിരിയുമോ, കേവലമായ 15,000-ഓ 20,000-ഓ 25,000-ഓ എന്നുള്ള വോട്ട് നിലയിൽ നിന്ന് ഇവിടെ ഒരു ത്രികോണ മത്സരമായിരുന്നു നടന്നത് എന്ന ഒരു കാലാവസ്ഥ ഇലക്ഷന് ശേഷം അറിയാനുള്ള ഇടവരുത്തുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യമാണോ ഈ ഷോൺ ജോർജ് ഇപ്പോൾ പറയുന്നത് സത്യമായിരുന്നോ എന്നൊക്കെ നമുക്ക് ഇലക്ഷന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അല്ല മറിച്ച് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ, ഈ സാഹചര്യങ്ങളാണ് ഞങ്ങളെ ഈ മണ്ഡലം എടുക്കാൻ പ്രേരിപ്പിച്ചത്. കാത്തിരുന്ന് കാണുക മാത്രമാണ് പോംവഴി.